107 സങ്കീർത്തനം 24 വാക്യം. അവർ യഹോവയുടെ പ്രവൃത്തികളെയും ആഴിയിൽ അവന്റെ അത്ഭുതങ്ങളെയും കണ്ടു. ദൈവത്തിന് സ്തോത്രം. വളരെ സുപരിചിതമായൊരു വേദവാക്യമാണ്. തുടർന്നുള്ള ചുരുങ്ങിയ നിമിഷത്തെ ചിന്തയ്ക്ക് ആധാരമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് കൈമാറിയിരിക്കുന്നത്. അവർ യഹോവയുടെ പ്രവൃത്തികളെയും ആഴിയിൽ അവന്റെ അത്ഭുതങ്ങളെയും കണ്ടു. സ്തോത്രം. അവർ എന്ന് പറയുന്നത് ഇസ്രായേൽ ജനത്തെയാണ്. അപ്പോൾ ഇസ്രായേൽ ജനത്തിന്റെ ഭൂപ്രകൃതി നമ്മൾ പരിശോധിക്കുമ്പോൾ സ്തോത്രം, അവർ കടലിനോട് ഏറ്റവും അടുത്ത് കിടക്കുന്നവരാ. സ്തോത്രം. കടലിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നു. അവരുടെ മിക്കവാറും ഉള്ള ഉപജീവനത്തിന്റെ മാർഗമെല്ലാം ഈ കടൽ മുഖാന്തരമാണ്. സ്തോത്രം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, ചില പണ്ഡിതന്മാരും ചില സ്തോത്ര ശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുന്നത് ഈ കരയിലുള്ളതിനേക്കാൾ 100 മടങ്ങ് സമ്പാദ്യം കടലിലുണ്ടെന്ന്. സ്തോത്രം. ഞാൻ പറയുന്ന ഒരു ആശയം പിടികിട്ടുന്നുണ്ടോ? സ്തോത്രം. നമുക്ക് പെട്രോളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെ നിന്നാ? കടലിൽ നിന്നാ. സ്തോത്രം. അങ്ങനെ തുടങ്ങി കരയിലുള്ളതിനേക്കാൾ 100 മടങ്ങ് നന്മകൾ സ്തോത്രം ഈ കടലിലുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. സ്തോത്രം. ഇനിയും ഭൂമിയെ നമ്മൾ മൊത്തത്തിൽ പരിശോധിക്കുമ്പോഴും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ഭൂമിയുടെ 1/3 മാത്രമേ എന്തുള്ളൂ? കരയുള്ളൂ. സ്തോത്രം. ബാക്കിയുള്ളതെല്ലാം കടല. സ്തോത്രം. അപ്പോൾ ഈ പ്രിയപ്പെട്ടവർ ഈ യെരുശലേം സ്തോത്രം ഇതൊക്കെ നിൽക്കുന്നത് കടലിനോട് വളരെ അടുത്ത. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ജനസിസ്, ഉൽപ്പത്തികളുടെ പുസ്തകം 49 അധ്യായം അതിന്റെ 13 വാക്യത്തിൽ. ദൈവത്തിന് സ്തോത്രം. ഒരു ഗോത്രത്തോടുള്ള ബന്ധത്തിൽ അവരോട് അവരുടെ പിതാവ് പറയുന്ന ഒരു ആലോചന ഉണ്ട്. അതൊന്ന് വായിച്ചാട്ടെ. സ്തോത്രം. മതി. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ആ ഗോത്രം എവിടെ പാർക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. ദൈവത്തിന് സ്തോത്രം. ഇനി സെബൂലോൻ തുടങ്ങി അങ്ങനെ ചില ഗോത്രങ്ങളെല്ലാം ഈ സമുദ്രത്തോട് വളരെ അടുത്ത് നിൽക്കുക. സ്തോത്രം. അപ്പൊ ഇവരുടെ നന്മകളും ഇവരുടെ അനുഗ്രഹങ്ങളും ഇവർക്ക് വേണ്ടുന്ന ഭൗതിക ആവശ്യങ്ങളെല്ലാം ഈ കടലിനോട് ബന്ധപ്പെട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവർക്ക് കിട്ടുന്നത്. ദൈവത്തിന് സ്തോത്രം. പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം, അവർ യഹോവയുടെ പ്രവൃത്തികളെയും ആഴിയിൽ അവന്റെ അത്ഭുതങ്ങളെയും കണ്ടു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ നാട്ടിലൊക്കെ ചില എക്സിബിഷനൊക്കെ എന്ത് ചെയ്യും? വരാറുണ്ട്. സ്തോത്രം. അപ്പൊ ഭയങ്കര പരസ്യമായിട്ട് പറയും കടലിനടിയിൽ കൂടെ ഉള്ള പാലം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സ്തോത്രം. ടിക്കറ്റ് എടുത്ത് 100-200 രൂപയ്ക്ക് എടുത്ത് നമ്മൾ പോയി എന്ത് ചെയ്യും? ഇത് കാണും. സ്തോത്രം. അങ്ങനെ ആയിരിക്കും നമ്മുടെ മുകളിൽ കൂടെ തിലോപ്പിയ എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ പോകുന്നത്. സ്തോത്രം. അല്ലെങ്കിൽ സ്തോത്രം നാടൻ മീനുകളൊന്നും അവിടെ കാണത്തില്ല. വില കൂടിയ മത്സ്യങ്ങളൊക്കെ നമ്മുടെ തലയുടെ മുകളിൽ കൂടി ഇങ്ങനെ പോകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. തായ്വാനിലും ജപ്പാനിലും തുടങ്ങിയ ലോകരാജ്യങ്ങളിലൊക്കെ ഈ എസ്കലേറ്റർ വഴി കടലിനടിയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പോകുന്നത് കാണുന്നുണ്ട്. സ്തോത്രം. ഇന്ന് നമുക്കതൊക്കെ കാണുമ്പോൾ നമുക്ക് വലിയ അത്ഭുതമാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുക സ്തോത്രം, ഇതിനു മുന്നമേ കണ്ടൊരു കൂട്ടരാണ് ഇസ്രായേൽ ജനം. ദൈവത്തിന് സ്തോത്രം. കടലിന്റെ ആഴങ്ങളിലെ അത്ഭുതങ്ങൾ അവർ കണ്ടിട്ടുണ്ട്. ദൈവത്തിന്റെ പ്രവൃത്തികൾ അവർ കണ്ടിട്ടുണ്ട്. സ്തോത്രം. അന്ന് കാലത്ത് ഈ വിധത്തിലുള്ള സംവിധാനങ്ങളോ സൗകര്യങ്ങളോ യന്ത്ര സാമഗ്രികളോ ഒന്നുമില്ലാതിരുന്നു. എന്നാൽ അന്ന് തമ്പുരാൻ ആഴികളിലെ അത്ഭുതങ്ങളെ അവർക്ക് കാണിച്ചു കൊടുത്തെങ്കിൽ ദൈവത്തിന് സ്തോത്രം. അവിടെ നിന്നൊരു ദൂത് പറഞ്ഞ് ഞാൻ മുന്നോട്ട് പോകാം. സ്തോത്രം. മൂടിക്കിടക്കുന്ന ചില കടലുകളുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതിനകത്ത് എന്തൊക്കെയാ സാധ്യതകളൊന്നും നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, അതിനകത്ത് നമുക്ക് ചില അത്ഭുതങ്ങളെ തമ്പുരാൻ കരുതി വെച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ ചെങ്കടലിന് മുൻപിലേക്ക് ഇസ്രായേൽ ജനം ചെന്ന് നിൽക്കുമ്പോൾ സ്തോത്രം, ഈ വഴി പോയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല, വേറെ ഇഷ്ടംപോലെ വഴികളുണ്ട്. സ്തോത്രം. പക്ഷെ ഇവർ യുദ്ധം കണ്ട് പേടിക്കാതിരിക്കാൻ ഇവരെ കൊണ്ടുവന്ന് എന്ത് ചെയ്തു? ചെങ്കടലിന്റെ വഴിയായിട്ട് കൊണ്ടുപോയി. സ്തോത്രം. അപ്പോൾ ഇവരാഗ്രഹിച്ചതല്ല. സ്തോത്രം. ഇവരെ തമ്പുരാൻ അവിടെ കൊണ്ടുവന്നത്. സ്തോത്രം. ഞാൻ പറയുന്ന ആശയം പിടികിട്ടുന്നുണ്ടല്ലോ. അപ്പൊ ഇവരാഗ്രഹിക്കാതെ ഈ ചെങ്കടലിന്റെ മുമ്പിലേക്ക് സ്തോത്രം ഈ ജനത്തെ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ ഇവര് കാണുന്നത് സ്തോത്രം നോക്കൂ, ഫ്രണ്ടിൽ മുൻപിൽ സ്തോത്രം വലിയ കടൽ ആർത്തിരമ്പി കിടക്കുകയാ. പുറകിൽ ശത്രു സൈന്യം കടന്നു വരികയാ. ഇടത്തും വലത്തും കുത്തനെയുള്ള മലകൾ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ വലിയ പ്രതിസന്ധിയിലായെന്ന് ഇവര് ചിന്തിക്കുമ്പോൾ സ്തോത്രം, അല്ല, ആഴിയിലുള്ള ഒരു അത്ഭുതത്തെ നിനക്ക് കാണിച്ചു തരാൻ തമ്പുരാൻ അതിന്റെ മുൻപിലേക്ക് നിന്നെ കൊണ്ടുവന്ന് നിർത്തിയതാ. ഇന്ന് പകൽ എത്ര പേര് അത് വിശ്വസിക്കുന്നുണ്ട്? നമ്മളെ ചില പ്രതിസന്ധികളുടെ നടുവിൽ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ സ്തോത്രം നമ്മളും ഇങ്ങനെ വിചാരിക്കും, എന്തിനാ ഇതിന്റെ നടുവിൽ എന്നെ കൊണ്ടുവന്ന് നിർത്തിയത്? അവരും വിചാരിച്ചു, അവരും നിലവിളിച്ചു, അവരും പിറുപിറുത്തു. സ്തോത്രം. നമ്മളാണെങ്കിൽ അത് തന്നെ ചെയ്യാൻ സാധ്യതയുണ്ട്. സ്തോത്രം. എന്നാൽ
അവർ നിലവിളിച്ചു കഴിഞ്ഞപ്പോൾ, മോശയൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ കൊണ്ടുവന്ന് നിർത്തിയ ദൈവത്തിന് സ്തോത്രം, ആ ആഴിയുടെ നടുവിൽ ഒരു അത്ഭുതത്തെ അവർക്ക് കാണിച്ചു കൊടുത്തു. എന്താ അത്ഭുതം? ദൈവത്തിന് സ്തോത്രം. ലക്ഷം വരുന്ന ജനത്തിന് അക്കരെ കടക്കാൻ ആഴിക്ക് നടുവിൽ ദൈവത്തിന് സ്തോത്രം ദൈവം ഒരു വിശാല പാത, അതും ഉണങ്ങിയ പാത അവർക്ക് വേണ്ടി ഒരുക്കി കൊടുത്തെങ്കിൽ, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, ആഴിയിലുള്ള ചില അത്ഭുതങ്ങളെ നീ കാണാൻ വേണ്ടി പോകുകയാ, നിന്റെ കുടുംബം കാണാൻ വേണ്ടി പോകുകയാ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്ത, ഒരു ചെവി കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നാത്ത ആഴിയിലുള്ള ചില പ്രവൃത്തികൾ, ആഴിയിലുള്ള ചില അത്ഭുതങ്ങളെ കാണിക്കുവാൻ ദൈവം നമുക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ ചിലത് പ്രവർത്തിക്കാൻ വേണ്ടി പോകുകയാ. വിശ്വസിക്കുന്നവർ മാത്രം ആ കരങ്ങളെ അടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. തിരുവചനം പറയുന്നു, അവർ യഹോവയുടെ പ്രവൃത്തികളെയും ആഴിയിൽ അവന്റെ അത്ഭുതങ്ങളെയും കണ്ടു. സ്തോത്രം. ഉലകത്തിൽ ഒരു ജനതയ്ക്കും കാണാൻ കഴിയാത്തത്. സ്തോത്രം. ഇന്ന് നമ്മൾ അതൊക്കെ കാണുന്നത് എങ്ങനെയാ? ആർട്ടിഫിഷ്യലാക്കി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പലതും. എന്നാൽ ഇത് അക്ഷരാർത്ഥത്തിൽ സ്തോത്രം ഒരു അഭിഷേകത്തിന്റെ കരം നീട്ടിക്കഴിഞ്ഞപ്പോൾ സ്തോത്രം വല്ലഭന്റെ ഭുജം മോശയുടെ കരത്തിന്മേൽ പിടിച്ചു വന്ന തിരുവചനം. സ്തോത്രം. അപ്പൊ മോശയുടെ കരം കണ്ടിട്ടല്ല ഈ കടല് മാറിപ്പോയത്. സ്തോത്രം. പിന്നെ ആരുടെ കരം കണ്ടിട്ടാ? ദൈവത്തിന്റെ കരം കണ്ടിട്ട് ഈ കടലങ്ങ് മാറി. സ്തോത്രം. അപ്പോഴാണ് ആഴിയുടെ അത്ഭുതങ്ങളെ ഇവരെന്ത് ചെയ്യുന്നത്? കാണുന്നത്, ഇവർ ദർശിക്കുന്നത്. സ്തോത്രം. ഈ ജനം പിന്നെയും മുന്നോട്ട് പോകുമ്പോൾ പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണെന്ന് അറിയാമോ? സ്തോത്രം. ഇവരൊരു സമയത്ത് സ്തോത്രം സ്തോത്രം ഭക്ഷണത്തിന് വേണ്ടി പിറുപിറുക്കാൻ തുടങ്ങി. സ്തോത്രം. എന്ന് പറഞ്ഞാൽ മന്ന സ്തോത്രം ഞങ്ങൾക്ക് ബോറടിച്ചു തുടങ്ങി. നമ്മുടെ കുഞ്ഞുങ്ങളെ ഇടയ്ക്ക് പറയാറുണ്ട്, എന്നും ഈ ചോറാണ്, ഞങ്ങൾക്ക് ബോറടിച്ചു. അപ്പൊ നമ്മൾ അവരെ കൊണ്ട് സന്തോഷിപ്പിക്കാനായിട്ടൊന്ന് വെളിയിലൊക്കെ കൊണ്ടുപോയി ഒരു മന്തിയൊക്കെ മേടിച്ചു കൊടുത്ത് സന്തോഷിപ്പിച്ച് നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ സ്ഥിരമായിട്ട് ചില ആഹാരങ്ങൾ കഴിക്കുമ്പോൾ ചിലര് ബോറടിക്കും. അവർക്ക് അങ്ങനെ ഒരു ബോറടി ഉണ്ടായി. സത്യത്തിൽ അങ്ങനെ ബോറടി ഉണ്ടാകാൻ പാടില്ല. സ്തോത്രം. കാരണം ഇത് സ്വർഗീയ ഭക്ഷണമാണ്. സ്തോത്രം. അപ്പൊ സ്വർഗീയ ഭക്ഷണം സ്തോത്രം കഴിക്കുമ്പോൾ ബോറടിക്കുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അത് അവരുടെ എന്തോ കുഴപ്പമാണ്. സ്തോത്രം. അല്ലാതെ ദൈവത്തിന്റെ പ്രശ്നമല്ലത്. സ്തോത്രം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം സ്തോത്രം, ഇവർക്കിത് സ്തോത്രം ഇവരിതിനെ നിസ്സാരമായിട്ട് കണ്ടു. സ്തോത്രം. അത് ഈ ഒരു പരിധി കഴിയുമ്പോൾ സ്തോത്രം നമുക്ക് ചിലതൊക്കെ നിസ്സാരമാണ്. സ്തോത്രം. ഇത് ആദ്യമേ തന്ന സമയത്തുണ്ടല്ലോ, ഒയ്യോ, രാവിലെ നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ സ്തോത്രം ഇതൊരു മഞ്ഞുകട്ട പോലെ ഇതിങ്ങനെ കിടക്കുകയാണ്. ഇതെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് സ്തോത്രം അപ്പം ഉണ്ടാക്കിയൊക്കെ കഴിക്കുമ്പോൾ അന്ന് എന്ത് ടേസ്റ്റ് ആണെന്നറിയാം. എന്നാൽ നാളുകൾ കഴിയുമ്പോൾ സ്തോത്രം ദൈവത്തിന്റെ പല അനുഗ്രഹങ്ങളും ദൈവത്തിന്റെ പല കൃപകളും നമുക്ക് നിസ്സാരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? തോന്നാറുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെയൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അത് നമുക്ക് വലിയ നാശം ഹേതുവായി തീരും. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നോക്കിക്കേ, ഇവര് പിറുപിറുക്കാൻ തുടങ്ങി. സ്തോത്രം. എന്താ പിറുപിറുപ്പ്? ഞങ്ങൾ എവിടെ നിന്ന് വന്നതാണെന്നറിയാമോ? ഞങ്ങൾ മിസ്രൈമിൽ നിന്ന് വന്നതാണ്. ഞങ്ങൾക്ക് അവിടെ സ്തോത്രം ഞങ്ങളുടെ മെനുവില് ഇന്നിന്ന ആഹാരങ്ങൾ ഉണ്ടായിരുന്നു, ഇറച്ചി ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇവിടെ വന്നിട്ട് എല്ലാ ദിവസവും ഈ ദോശ, സ്തോത്രം, തേനൊഴിച്ച ദോശയുടെ അതേ ടേസ്റ്റാണ്. സ്തോത്രം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കൂട്ടുകാരന്റെ വീട്ടിൽ പോയപ്പോ ആ വീടിന്റെ സ്തോത്രം ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ തേനിരിക്കുക. സ്തോത്രം. അത് വയനാട് അങ്ങോട്ട് പോയപ്പോൾ ഗ്രാമത്തിൽ നിന്ന് അങ്ങോട്ട് മേടിച്ചോണ്ട് വന്ന. അപ്പൊ അവരിങ്ങനെ ഇടയ്ക്ക് ദോശയ്ക്കകത്ത് എന്ത് ചെയ്യും? തേൻ പുരട്ടി കഴിക്കും. മറ്റു പല ആഹാരത്തിനകത്ത് ഇങ്ങനെ തേൻ പുരട്ടി കഴിക്കുന്നതിന്റെ അടുത്ത് പറഞ്ഞു. സ്തോത്രം. നല്ലതാണ്. ഇടയ്ക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെയൊക്കെ മേടിക്കണം. ഒരു കുപ്പി എനിക്കും മേടിച്ചു തരണം. സ്തോത്രം. ശ്രദ്ധിച്ചേ. സ്തോത്രം. അപ്പൊ ഈ ആഹാരം ഒരു വേള കഴിഞ്ഞപ്പോൾ ഇവർക്ക് എന്ത് ചെയ്തു? ബോറടിച്ചു. ഇവര് പറയാണ്, ഞങ്ങൾക്ക് ഇറച്ചി വേണം, ഞങ്ങൾക്ക് മാംസം വേണം. സ്തോത്രം. അവിടെയാണ് നമ്മൾ കാണുന്നത്. സ്തോത്രം. ആ വാക്യം ഒന്ന് വായിച്ചു വിടാം. സംഖ്യാപുസ്തകം 11-ാമത്തെ അധ്യായം അതിന്റെ 31, 32 വേദവാക്യങ്ങൾ വേഗത്തിലൊന്ന് വായിച്ചാട്ടെ. സംഖ്യാപുസ്തകം 11-ാമത്തെ അധ്യായം 31, 32 വേദവാക്യങ്ങൾ. എവിടെ നിന്ന്? കടലിൽ നിന്ന് എന്ത് ചെയ്തു? കാടയെ കൊണ്ടുവന്നു. എന്നിട്ട് നോക്കിക്കേ, അവർക്ക് കൈ എത്തിപ്പിടിക്കാവുന്ന ദൂരത്തിനകത്ത് സ്തോത്രം
ഈ കാടയിറച്ചി വന്ന് നിൽക്കുക. സ്തോത്രം. പക്ഷെ അവിടെ ഒരു പദമുണ്ട്. ഇത് എവിടെ നിന്നാ വന്നതെന്നറിയാമോ? ഒരു കാറ്റടിപ്പിച്ചിട്ട് ആ കടലിൽ നിന്ന് ഇതെന്ത് ചെയ്തു? കയറി വന്നു. സ്തോത്രം. ഇനി സങ്കീർത്തനങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ ഇങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ലിവ്യാദാന്റെ തലയെ തകർത്തിട്ട് ദൈവത്തിന് സ്തോത്രം തന്റെ ജനത്തിന് വേണ്ടി കാടപ്പക്ഷികളെ ഒരുക്കി ദൈവം. എവിടെ നിന്ന്? കടലിൽ നിന്ന്. ദൈവത്തിന് സ്തോത്രം. അല്പം മുമ്പ് നമ്മൾ കണ്ടു, കടലിൽ അവരറിയാത്തൊരു വഴി അവർക്കൊരുങ്ങി വന്നെങ്കിൽ ഇപ്പോൾ അതേ കടലിൽ നിന്ന് ദൈവത്തിന് സ്തോത്രം അവരുടെ ആവശ്യത്തിന് കാടയിറച്ചിയെ അവരുടെ കൂടാരത്തിന് മുൻപാകെ കർത്താവ് കൊണ്ടുവന്ന് നിർത്തുക. അല്പം മുമ്പ് ഷീലാന്റി പറഞ്ഞു ഒരു കാര്യമുണ്ട്. സ്തോത്രം. അത് നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല. സ്തോത്രം. ഞാൻ അതിനകത്ത് മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മുടെ ആത്മീയ വിഷയങ്ങൾക്കകത്ത് മാത്രമല്ല, നമ്മുടെ ചെറിയ ചെറിയ ഭൗതിക വിഷയങ്ങൾക്കകത്തും ദൈവം പ്രവർത്തിക്കും. നമ്മുടെ ചില ആഗ്രഹങ്ങളെ ദൈവം എന്ത് ചെയ്യും? മാനിക്കും. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നമുക്കത് കാണാൻ കഴിയുക. അതേ കടലിൽ നിന്ന് ഇതാ കാടപ്പക്ഷികളെ കൂടെ എന്ത് ചെയ്തു? കൊണ്ടുവന്ന് നിർത്തി. ദൈവത്തിന് സ്തോത്രം. ഇനി അടുത്തതെന്താ? ആഴിയിൽ നമ്മൾ അല്പം മുമ്പ് കണ്ടു, ഒരു രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല നാഥ. ദൈവത്തിന് സ്തോത്രം. നോക്കിക്കേ, അതേ കടലിനകത്ത് ദൈവത്തിന് സ്തോത്രം എണ്ണിക്കൂടാതെ വണ്ണം മീൻപെരുപ്പം ആ 2 പടകിലും കർത്താവ് നിറച്ചു കൊടുത്തെങ്കിൽ ഇനിയും അത്രമോ? സ്തോത്രം. അതേ ആഴിയിൽ അടുത്ത അത്ഭുതം അവർ കണ്ടില്ലേ? എന്താ അത്ഭുതം? സ്തോത്രം. ചതുർദ്രഹ്മപ്പടം. സ്തോത്രം. ചിലർക്ക് വേണ്ടി ദൈവം ആ ആഴിയിൽ കരുതി. പിന്നെ നമ്മൾ കണ്ടില്ലേ? സ്തോത്രം. എന്താ? ഈ പടക് മുന്നോട്ട് പോകുമ്പോൾ ഈ ശാനമുല്ല അങ്ങനത്തുള്ള പല പ്രതികൂലങ്ങൾ അടിക്കും. സ്തോത്രം. ഇവർ തണ്ട് വലിച്ച് ക്ഷീണിക്കുമ്പോ 4-ാം യാമത്തിനകത്ത് കർത്താവ് അതിന്റെ മുകളിൽ കൂടെ നടന്നു വരിക. നോക്കിക്കേ, ആഴിയിൽ എത്ര അത്ഭുതങ്ങളെ കർത്താവ് അവർക്ക് കാണിച്ചു കൊടുത്തു. ഇന്ന് പകൽ എനിക്ക് പറയാനുള്ളത്, എന്നെ ഏൽപ്പിച്ച ദൂത് ഇതാണ്. സ്തോത്രം. ആഴിയിലെ അത്ഭുതങ്ങളെ ദൈവത്തിന് സ്തോത്രം നിനക്ക് എത്തിപ്പിടിക്കാതെ വണ്ണം നിന്നെ കീഴ്പ്പെടുത്തുമെന്ന് പറഞ്ഞ് വിദൂരതയിൽ കണ്ണെത്താ ദൂരത്തോളം നിൽക്കുന്ന പ്രതിസന്ധികൾക്കകത്ത് ദൈവത്തിന് സ്തോത്രം ആഴിയിൽ ചില അത്ഭുതങ്ങളെ ഒരുക്കി നമ്മെ മാനിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവിന്റെ വഴി തിരുവചനം പറയുന്നത് അത് ചുഴലിക്കാറ്റിലുണ്ടെന്ന. ദൈവത്തിന് സ്തോത്രം. അത് കാറ്റിലുണ്ടെന്ന തിരുവചനം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ എത്ര പേരെന്ന് വിശ്വസിക്കുന്നുണ്ട്? നീ ആഴിയിലെ അത്ഭുതങ്ങളെ കാണാൻ വേണ്ടി പോകുകയാ. കണ്ണിന് മറവായി കിടക്കുന്നത് ദൈവത്തിന് സ്തോത്രം ആ ഗുപ്ത നിധികളെ തമ്പുരാൻ നിനക്ക് വേണ്ടി നൽകി തരാൻ വേണ്ടി പോകുകയാ. നമ്മുടെ ദൈവം ആഴിയിൽ അത്ഭുതങ്ങളെ കാണിക്കുന്ന, അതിനകത്ത് നിന്ന് നന്മകളെ നൽകി തരുന്ന, ആ നന്മകൾ നിന്റെ കൂടാരത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിത്തരുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെങ്കിൽ അല്പസമയം എല്ലാ പ്രിയപ്പെട്ടവരും ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അവൻ ആഴിയിൽ അത്ഭുതങ്ങളെ കണ്ടു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മളും അത് കാണാൻ വേണ്ടി പോകാം. സ്തോത്രം. ഞാനത് വിശ്വസിക്കുന്നുണ്ട്. ഞാനത് കാണും. ഇവിടെ ഇരിക്കുന്ന സഭ അത് കാണും. ദൈവത്തിന് സ്തോത്രം. കാരണം ഈ ആഴിയിലെ അത്ഭുതങ്ങൾ എല്ലാവർക്കും ഉള്ളത് ആണെങ്കിൽ പോലും ദൈവത്തിന് സ്തോത്രം അതിലൊന്നുകൂടെ സ്തോത്രം പ്രാധാന്യം ദൈവമക്കൾക്ക്. സ്തോത്രം. മഞ്ഞും മഴയുമല്ല എല്ലാവർക്കും ഉണ്ടെങ്കിലും സ്തോത്രം ചില അനുഗ്രഹങ്ങൾ ദൈവമക്കൾക്ക് വേണ്ടി മാത്രം കർത്താവ് വേർതിരിച്ചു വെച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതുപോലെ ചിലത് നമുക്ക് വേണ്ടി തമ്പുരാൻ നൽകി തരാൻ വേണ്ടി പോകുകയാ. ആഴിയുടെ അത്ഭുതങ്ങളെ നമ്മൾ കാണാൻ വേണ്ടി പോകുകയാ. പത്രോസ് അത് കണ്ടു. പ്രാരംഭത്തിൽ ഞാൻ പറഞ്ഞതുപോലെ സ്തോത്രം അത്ഭുതത്തിലേക്ക് മാത്രം അവന്റെ കണ്ണ് പോയില്ല, അത്ഭുതം ചെയ്തു തന്നവനിലേക്ക് അവന്റെ കണ്ണ് പോയി. ഇന്ന് പകൽ എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ചാട്ടെ. ദൈവത്തിന് സ്തോത്രം. വാക്കുകൾക്ക് ഞാനിവിടെ വിരാമം കുറിക്കുമ്പോൾ കേൾക്കപ്പെട്ടതായ നല്ല ആലോചനകൾക്ക് മുൻപാകെ, നല്ല വചനങ്ങൾക്ക് മുൻപാകെ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം. ഇന്ന് പകൽ ദൈവത്തിന് സ്തോത്രം ദൂത് ഏറ്റെടുത്ത് വചനം ഗ്രഹിച്ച് പ്രാഗൽഭ്യത്തോടെ, ശക്തിയോടെ, ആരോഗ്യത്തോടെ, ബലത്തോടെ, ഇരട്ടി പ്രത്യാശയോടെ നമുക്ക് ഇവിടം വിട്ട് മടങ്ങാം. ഇന്നത്തെ ശുശ്രൂഷകളൊക്കെ കർത്താവ് ഇത്രത്തോളം അനുഗ്രഹിച്ചല്ലോ. വ്യക്തവും ഹൃദ്യവുമായി നമ്മളോട് കർത്താവ് സംസാരിച്ചല്ലോ. നമ്മുടെ ആവശ്യങ്ങളുടെ മേലെല്ലാം ദൈവത്തിന്റെ കരുണ വെളിപ്പെട്ടല്ലോ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ഇത്രത്തോളം കർത്താവ് നമ്മെ ബലപ്പെടുത്തിയതിനാൽ നമുക്ക് ദൈവത്തിന് നന്ദി കരയറ്റാം, സ്തോത്രം ചെയ്യാം. പലർക്കും ആരാധനയ്ക്ക് കടന്നു വരാൻ കഴിഞ്ഞില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇത് കേൾക്കാൻ വേണ്ടി തമ്പുരാൻ നിന്നെ ഇതിനകത്ത് കൊണ്ടുവന്നു, ബലപ്പെടുത്താൻ വേണ്ടി നിന്നെ ഇതിനകത്ത് കൊണ്ടുവന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അല്പസമയം കൂടെ മഹത്വം കരയറ്റാം. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.